ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായ ചില ദൈവകൃപകൾ ചൊരിയും. വിശ്വസിച്ചുകൊണ്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ സംഭവിക്കുന്നത് മനസ്സിൽ കണ്ട് കർത്താവെ ഞങ്ങളിതാ ആഗ്രഹിക്കുന്നു, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണു തുറന്ന് അൾത്താരയിലേക്ക് നോക്കി നന്നായി ഒന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് അയൽവാസിയെ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതച്ചാ ഞങ്ങൾ പലതരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഓരോരുത്തർ ചിന്തിച്ചേ. എങ്ങനെ ഇപ്പം അയൽവാസിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ചിലർ പറയും, അച്ഛാ ഞങ്ങളൊന്നും മിണ്ടൂല്ല, ഇഗ്നോർ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ചെയ്യട്ടെ. ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു. അതൊരു ഗ്രൂപ്പാണ്. വേറെ ഒരു ഗ്രൂപ്പുണ്ട്, മിററിങ് എന്ന് പറയും. മിററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ നമ്മൾ അവരോട് ചെയ്യുന്നു. അതൊരു തരം റിവഞ്ചാണ്, പ്രതികാരമാണ്. അവർ നമ്മളോട് എങ്ങനെ ചെയ്യുന്നുവോ അതുപോലെ നമ്മളും അവരോട് അങ്ങനെ ചെയ്യും. എന്നെ ഇത് പഠിപ്പിച്ചത് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥ എന്നോട് പറഞ്ഞു, അച്ഛാ അയൽവാസികൾക്ക് ഒരു സംസ്കാരവും ഇല്ല. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി ചേച്ചിക്ക്? എൻ്റെ അച്ഛാ അതുങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു അനുവാദം പോലും ചോദിക്കാതെ എപ്പോഴും കയറി വരും. ഞാൻ പറഞ്ഞു, നല്ലതല്ലേ അയൽവാസികളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നത് കുഴപ്പമില്ല അച്ഛാ. വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ പെറുക്കി എടുത്തോണ്ട് പോകും. അവർ കയറി വന്നു കഴിഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കണ്ടേ? നേരെ അടുക്കളയിലോട്ടാണ് കയറുന്നത്. അടുക്കളയിലോട്ടാണ് കയറിയിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ തപ്പിപ്പെറുക്കി അതുങ്ങൾ എടുത്തോണ്ട് പോകും. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഞാനും അതുപോലെ ചെയ്യുന്നു. ഇപ്പം ഈ ചേച്ചിയുടെ പരിപാടി എന്നാന്നറിയോ? ഇതിനെയാണ് മിററിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് എങ്ങനെ ചെയ്യുന്നു അതുപോലെ അങ്ങോട്ടും ചെയ്യും. ആ വീട്ടില് ചേച്ചി ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തൊരു മീൻ വറുക്കുന്നതിൻ്റെ മണം നേരെ ആ വീട്ടിലോട്ട് കയറി ചെല്ലും. എന്നിട്ട് മീൻ വറുത്തോണ്ടിരിക്കുന്നതിൻ്റെ 3-4 പേർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇറച്ചിക്കറി മസാല മണമടിക്കുന്നു, ഒരു പാത്രമായിട്ട് അങ്ങോട്ട് ചെല്ലും. ഇങ്ങോട്ട് ഉച്ചിരി വെച്ചേക്കാൻ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നേരെ അവർ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ടേ. ഇങ്ങോട്ട് നോക്കിക്കേ. അതല്ല അതിൻ്റെ ഉത്തരം. നമ്മുടെ വീട്ടിലെ ചപ്പെല്ലാം വാരിയിട്ട് നമ്മൾ വളരെ നൈസായിട്ട് അപ്പുറത്തോട്ടിടുന്നു. നമ്മൾ ഇട്ടിട്ട് മാറിക്കഴിയുമ്പോൾ ആ വീട്ടുകാരെ വന്ന് അടിച്ചു വാരി അതെല്ലാം കൂടി ഇപ്പുറത്തോട്ടിടുന്നു. ചിലരുടെ മെയിൻ പരിപാടി ഇവിടുന്ന് അങ്ങോട്ടിടുന്നു, അവിടുന്ന് ഇങ്ങോട്ടിടുന്നു. ഒരു ക്രിസ്തീയ ജീവിത ശൈലിയിലുള്ള വ്യക്തി
ഇങ്ങനെ റിവഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുതെന്ന്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ അയൽവാസിയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പോകുന്ന നല്ലതാ, എപ്പോഴും പോകരുത്. സ്വന്തം വീട്ടിലാണ് സമയം ചെലവഴിക്കേണ്ടത്. അയൽവാസിക്ക് അവരുടെ ഒരു പ്രൈവസി, അവരുടെ ഒരു ജീവിതം, അവർക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഒരു ഭാര്യ സങ്കടത്തോട് പറഞ്ഞത്, അച്ഛാ തൊട്ടടുത്ത വീടുകളാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലിരുന്നല്ലേ വർത്താനം പറയേണ്ടത്. സന്ധ്യ ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അതിൻ്റെ മുറ്റത്തിരിപ്പുണ്ടാവും. എന്നിട്ട് രാത്രി 11 മണി വരെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങും. ഇതിനെ കിടന്നുറങ്ങാൻ ലോഡ്ജാണോ? ഒരു മര്യാദ കാണിക്കണ്ടേ അച്ഛാ? എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നു. ദേ ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥം പറയുവാണ്, എപ്പോഴും അയൽവാസിയുടെ വീട്ടിൽ പോയി ഇരിക്കരുത്. അയൽവാസിയുടെ വീട്ടിൽ പോകണം, നല്ലതാണ്. പക്ഷെ അവർക്ക് നിന്റെ സാന്നിധ്യം ഒരു ശല്യമായും മടുപ്പായും തോന്നരുത്. നിന്റെ അയൽവാസിക്ക് നീ ഒരു ശല്യമായി മാറരുത്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി കൊടുക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിത ശൈലി കൊടുക്കണം. അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസ്ഥ കൊടുക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ പറയുക, നിന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നീ സമാധാനത്തോടുകൂടെ അയൽവാസിയോട് പെരുമാറണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് അയൽവാസികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം. അവരോട് നമ്മൾ റിവെഞ്ച്, അവരോട് നമ്മൾ പ്രതികാര മനസ്സോടുകൂടെ പെരുമാറാൻ പാടില്ല. മറിച്ച് സാധിക്കുന്നിടത്തോളം സമാധാനത്തോടെ നമ്മൾ പെരുമാറണം. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മളും അതുപോലെ ചെയ്യരുത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ഒരു വലിയ കാര്യം പഠിപ്പിക്കുവാണ്. എന്താ പഠിപ്പിക്കണം എന്നറിയോ? വലതുകര ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, അതൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയാ. അപ്പൊ അതായത് നമ്മൾ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അയൽവാസികൾക്ക് വേണ്ടി? ഉണ്ടോ? അയൽവാസികൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറില്ല അല്ലേ? അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഇരട്ടി അഭിഷേകം കിട്ടും. ഇത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സീക്രട്ടാണ്. കാരണം പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം, വ്യക്തിയെ നമുക്കറിയാം, ജോബ്. ആരാണ് ജോബ്? ജോബിന്റെ പ്രത്യേകത എന്താ? ജോബ് തൻ്റെ വീടിൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ജോബ് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചിരുന്ന, ദഹനബലി അർപ്പിച്ചിരുന്ന ഒരാളാണ്. ആര്? ജോബ്. പക്ഷേ ഈ ജോബിന്റെ ജീവിതത്തിൽ അടിക്കടി പലതരത്തിലുള്ള തകർച്ചകൾ, വലിയ ഭാരങ്ങൾ. ഈ ഭാരങ്ങളൊക്കെ മാറിയത് എപ്പോഴാണെന്നറിയാവോ? ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. കണ്ടോ? എപ്പോഴാ? ജോബ് അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ഇരട്ടിയാക്കി ദൈവം ജോബിന് കൊടുത്തു. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും നഷ്ടത്തെക്കുറിച്ചോർത്ത്, പരാജയത്തെക്കുറിച്ചോർത്ത് ജീവിതത്തിൽ കണ്ണുനീര് പൊഴിക്കുന്നവരാണെങ്കിൽ ജോബ് നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം എന്താണെന്നറിയോ? ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ ഒരു മാറ്റം വരുത്തണം. നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജോലി, എൻ്റെ പഠനം, എൻ്റെ വീട്, എൻ്റെത് അല്ലേ? എൻ്റെ കാര്യം.
എന്നാൽ ജോബ് പറയുവാണ്, ഇനി മുതൽ നീ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റേതെന്ന് പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ജോബ് അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നൈബേഴ്സിന് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ജോബിന് ദൈവം ഇരട്ടിയാക്കി കൊടുത്തു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചൊന്ന് കണ്ണടച്ചേ. നിങ്ങൾ ഇന്നേതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഭാരം എന്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്? 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോൾ തെളിയും. നിങ്ങളുടെ മകനെക്കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളുടെ മകളെക്കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളെക്കുറിച്ച് തന്നെ ഓർത്തിട്ടാവാം. എന്നാൽ ഇതാ ജോബ് പഠിപ്പിക്കുന്നു, നമുക്ക് നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ അയൽവാസികൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ. 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിന്റെ വീടിന് ചുറ്റും താമസിക്കുന്ന അയൽവാസികളെ മനസ്സിൽ കാണണം. പലവിധ സ്വഭാവ രീതികളുള്ള, പല ജാതി മത ഭാഷയിലുള്ള നിന്റെ അയൽവാസികൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ വീട്ടിലേക്കാണ് അഭിഷേകം സംഭവിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, നാവ് തുറന്നൊന്ന് വിളിച്ചേ. ജോബ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ശല്യപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഭാരപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിയണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിയണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അയൽവാസികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം ചൊരിയണമേ, തടസ്സങ്ങൾ മാറണമേ, കെട്ടുകൾ അഴിയണമേ, ദൈവശക്തി ഉണ്ടാവണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനത്തിൽ എടുക്കുകയാണ്. അയൽവാസികളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളൊരു ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അയൽവാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആണേ, അയൽവാസി ദരിദ്രവാസി അല്ല, അയൽവാസിയേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അയാളെ അപമാനിക്കരുത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. നിങ്ങളിത് ഇന്ന് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ മനസ്സിൽ വലിയ വിഷമം വരും. അച്ഛാ, എങ്ങനെയാ അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇത്രയും ഇല്ലാ കഥകൾ പറഞ്ഞത് അവരാ, ഞങ്ങളുടെ വീട്ടിലെ മകളുടെ കല്യാണം മുടക്കിയത് അവരാ. ചില കല്യാണം മുടക്കികളൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ സമ്മതിക്കാതെ വരുന്നത് അവരാ. അച്ഛാ, ഞങ്ങൾക്കുള്ള ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, അത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി നാളാ കഷ്ടപ്പെടുന്നു. പലരും വരും അച്ഛാ, പക്ഷെ ഈ അയൽവാസികൾ പറഞ്ഞത് മുടക്കിക്കും. അവർ പറഞ്ഞു അവിടെ അതാരും താമസിക്കാൻ കൊള്ളാത്ത സ്ഥലമാണ്, അവിടെ പ്രേതത്തിൻ്റെ ശല്യമുണ്ട്, അവിടെ ഭയങ്കര പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആരും വരികയില്ല. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും അച്ഛാ? ഞങ്ങളെ എന്നും ശല്യപ്പെടുത്തുന്നവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? അവരുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം മുഴുവൻ ഞങ്ങളുടെ പറമ്പിലോട്ടാണ് ഒഴുക്കി വിടുന്നത്. അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? മര്യാദയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റുന്നൊരു വഴിയാണ് ഉള്ളത്, പക്ഷേ അവർ കാരണം അത് തടഞ്ഞു വെച്ചിരിക്കുക. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വണ്ടി കയറി വരേണ്ടതാ, പക്ഷേ അച്ഛാ അവർ സ്ഥലം തരാത്തത് കാരണം ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നാ പോരുന്നത്. അവരിച്ചിരി സ്ഥലം തന്നാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വണ്ടി കൊണ്ടുവരാം. സമ്മതിക്കുകയല്ല അച്ഛാ. ഇവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? എൻ്റെ പ്രിയരെ, അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിലുണ്ടല്ലോ സ്വർഗത്തിൻ്റെ ശക്തി അതിങ്ങനെ വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജീവിത വഴികളിലോ നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, നിങ്ങളെക്കുറിച്ചില്ലാ കഥകൾ പറയുന്ന നിങ്ങളുടെ അയൽവാസികളുണ്ടല്ലോ, അവരെ നിങ്ങൾ ശല്യക്കാരായിട്ട് കണക്കാക്കാതെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അന്തരീക്ഷം മാറാൻ തുടങ്ങും. അവർക്ക് നിങ്ങളോടുള്ള നിലപാട് മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചില വ്യക്തികളോട് തന്നെ സംസാരിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരുപക്ഷെ നീ നിന്റെ ഉള്ളിൽ തന്നെ നീ നാളുകൾക്ക് മുമ്പ് ചില പൊട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല, ഞാൻ ചാകുന്നവരെ ഈ വീട്ടിൽ പ്രവേശിക്കുകയല്ല, ഇയാളോട് എനിക്ക് മിണ്ടണ്ട, ഇയാൾ എനിക്ക് ശത്രുവാണ്, അയാൾ അതുപോലെ എനിക്കെതിരെ പ്രവർത്തിച്ചുവെന്നൊരു ചിന്തയുണ്ടാവും. എന്നാൽ ഇതാ ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം പഠിപ്പിക്കുന്ന ആത്മീയ സത്യം. നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹം വേണമോ? ജോബ് പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2 കരങ്ങളും കുരിശാകൃതിയിൽ ഒന്ന് വിരിച്ചു പിടിക്കണം. കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കണം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മനസ്സിൽ കാണണം, ദേ നിന്റെ വിഷമങ്ങളെല്ലാം നീ കുരിശോട് ചേർത്ത് വെക്കുമ്പോൾ കുരിശിനിപ്പുറത്ത് കടന്നുകൊണ്ട് ഈശോ പറയുന്നു, എൻ്റെ മകനെ മകളെ, ഞാനും ഇതുപോലെ സഹിച്ചതാണ്. എന്നെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞവരെ, എന്നെ വിഷമിപ്പിച്ചവരെ, എന്നെ അവസാനം ദേ കുരിശിൽ കയറ്റിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ കുരിശിലെ ഈശോ നിന്നോടും പറയുന്നു, ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയൊരു തീരുമാനം. എത്രമേൽ നിന്നെ കോടതി കേസിൽ അടക്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, നിന്റെ കുടുംബത്തിൽ പോലീസ് കയറി നിന്നെ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിലും, നിന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിന്റെ മക്കളെക്കുറിച്ചും നിന്റെ തലമുറകളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, 2 കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഈ കുരിശിൽ നിന്നുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുന്നു, ക്ഷമിക്കാനുള്ള തീരുമാനം. കുരിശിലെ ഈശോ നിന്നോട് പറയുന്നു ക്ഷമിക്കാനും പൊറുക്കാനും. കർത്താവേ, ആ തീരുമാനത്തോടെ എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. കുരിശിലെ ഈശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു. ആ 2 കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ച് നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിലെന്നീശോ ആമേൻ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ചില അനുഭവങ്ങൾ മനസ്സിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരും. എന്തിനെന്നറിയോ? ആ മേഖലകളെ ക്ഷമിക്കാൻ ചില വ്യക്തികളുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയും. ആ മേഖലകളെ കണ്ട് ക്ഷമിക്കണം. പ്രാർത്ഥിക്കട്ടെ. കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയം തന്നെ ഒത്തിരി പേരുടെ ഉള്ളിൽ കർത്താവിന്റെ വലിയ കൃപ, സ്നേഹത്തിന്റെ കൃപ ഒഴുകുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണേ എൻ്റെ പ്രിയരെ. ചില വ്യക്തികളുടെ മുഖങ്ങൾ, ചില സംഭവങ്ങൾ ചെറുപ്പകാലത്തുണ്ടായതാവും, അയൽവാസികൾ നിങ്ങൾക്കെതിരെ ചെയ്തതാവും, ചില മറക്കാനാവാത്ത തിക്ത അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ കുരിശിലെ ഈശോട് ചേർന്ന് നീയും പറഞ്ഞു പാടിക്കേ. കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. എല്ലാവരും ഒന്ന് പാടാമോ? കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഈശോ അവരോട് പൊറുക്കേണമേ. ദൈവമേ, അവരറിയാതെ ചെയ്തതാണ്, ചെയ്തതെല്ലാം അവരോട് പൊറുക്കണമേ. അവരോട് പൊറുക്കേണമേ. കർത്താവേ, അവരറിയാതെ ചെയ്തതെല്ലാം. ആ 2 കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ അയൽവാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽവാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നോളമുള്ള ഞങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ അനുഭവങ്ങൾ, ഞങ്ങളെ ദ്രോഹിച്ച അനുഭവങ്ങൾ, ഞങ്ങളെ ഉറക്കം കെടുത്തിയ അനുഭവങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടം വരുത്തിയ അനുഭവങ്ങൾ, ഞങ്ങളുടെ സമ്പത്തിൽ നഷ്ടം വരുത്തിയ അനുഭവങ്ങൾ, ഞങ്ങളുടെ മണ്ണെടുത്തോണ്ട് പോയ അനുഭവങ്ങൾ, ഞങ്ങളെക്കുറിച്ചുള്ള ഇല്ലാ കഥകൾ എൻ്റെ കർത്താവേ, ആ മേഖലകളെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതാ
ഞങ്ങൾക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും, ഞങ്ങൾക്കുണ്ടായ എല്ലാ കോട്ടങ്ങളും, ഞങ്ങൾക്കുണ്ടായ എല്ലാ വീഴ്ചകളും ആ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.